ാതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഉദ്ഘാടനത്തിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളാണ്. കരുനാഗപ്പള്ളി പഞ്ചായത്ത് ഒരു എല്ലാ യാത്രക്കാരും ഒന്ന് കാപ്പി കുടിക്കാൻ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. പുട്ടുകട തൊട്ട് ആ പ്രദേശത്ത് ഇപ്പോൾ ആ വേസ്റ്റ് മാനേജ്മെന്റിന് സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയത് ഉള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. കാരണം ധാരാളം ഹോട്ടൽസ് ഉണ്ട്, ഫോറിനേഴ്സ് ആണെങ്കിലും അവിടെ ധാരാളം വരുന്ന ഒരു സ്ഥലമാണ്. ആയതുകൊണ്ട് ഇത്രയും ലേറ്റ് ആയതിലൊരു സങ്കടമുണ്ട് എന്നുള്ള. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ പടം കണ്ടപ്പം അവിടെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തീ കത്തിക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു ഇച്ചിരി വിഷമം തോന്നി. എനിക്കൊരു സംശയമുള്ളത്, നിങ്ങളുടെ കളക്ഷൻ ടൈം, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയം എപ്പോഴാണ്? രാവിലെ. പക്ഷെ പടത്തിൽ കാണിച്ചപ്പോൾ ഒത്തിരി ബിസി ആയിട്ടുള്ള ടൈമിൽ തന്നെയാണല്ലോ ഈ വേസ്റ്റ് കളക്ഷൻ. രാവിലെ എപ്പം തുടങ്ങും? രാവിലെ 7 മണിക്ക് തുടങ്ങും. 7 മണിക്ക് തുടങ്ങും അല്ലേ? അതൊരു രാവിലെ 6 മണിക്ക് തൂക്കും. രാവിലെ ആളിലൊന്ന് വൃത്തിയാക്കും. പിന്നെ ഈ അവിടുത്തെ ഹോട്ടൽസ് ആണെങ്കിലും കടകളിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ടോ വേസ്റ്റ് കളക്ഷൻ? ഇനിയിപ്പോൾ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവര് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവരെന്നെ കളക്ട് ചെയ്ത് തന്ന് അതിന്റെ വേർതിരിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ വല്ല പണമായിട്ട് എന്തെങ്കിലും പണമായിട്ട് തരാമെന്ന് പറയുന്നുണ്ട്. പണമായിട്ട് ഇതുവരെ ഞങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇനി അതൊക്കെ വേണ്ടി വരും. അത് അവരായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന ഏത് പരിപാടിയും 100% സഹകരിക്കാമെന്ന് അവർ പറഞ്ഞു. ഇപ്പം കളക്ഷൻ നടത്തുന്നല്ലോ, അവർക്ക് എന്ത് വരുമാനം കിട്ടും? ഇത് ഞങ്ങൾ ഒരു പെർ ഡേ 145 രൂപയാണ് ഒരു ലേബറിന്റെ. പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് കൊടുക്കുകയാണ്. എത്ര പേരുണ്ട്? 6 പേരുണ്ട്. 6 പേര് പുരുഷന്മാരല്ലേ? ഒരുപാട് പ്ലസ് പോയിന്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയതാണെന്നാണ് എൻ്റെ വിശ്വാസം. സമ്പൂർണ്ണ ശുചിത്വവും പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറി, ആർട്ട് ഗാലറി, പഞ്ചായത്ത് നേരിടുന്ന മാലിന്യം 500 ഭവനം നിർമ്മിച്ച് നൽകിയതുമൊക്കെ. ഒരിക്കലും നമ്മൾ റിയാലിറ്റി ഷോ ഇങ്ങനെ നടക്കുന്നോ ഇതിൽ പങ്കെടുക്കാനോ ഉദ്ദേശമല്ല അങ്ങ് ഇതൊന്നും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്ത് അങ്ങ് എത്ര വർഷമായി ഇതിന്റെ സാരഥ്യം ഏറ്റെടുത്തിട്ട്? എന്തോ 6 മാസം കൂടെ ഉള്ളു. 6 മാസം. അങ്ങ് എത്ര നാളായിപ്പോ? 4.5 വർഷം. 5 വർഷം പൂർത്തിയാക്കാൻ പോകണം. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ മാലിന്യ സംസ്കരണമാണ്. ആരോഗ്യമുള്ളൊരു ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഭവനം നിർമ്മിച്ച് കൊടുത്തതും അതിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കാരണം മെയിൻ സിറ്റി പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ചെയ്തു കൊടുത്തത്. ഏറ്റവും സന്തോഷം തോന്നി എനിക്ക്. ഓക്കെ സാർ, കീപ് ഇറ്റ് അപ്പ്. നന്നായിരിക്കട്ടെ. താങ്ക് യു സർ. ഈ ഒരു ഷോയിൽ വന്നു പങ്കെടുത്തു, നിങ്ങളുടെ പദ്ധതികളെ കുറിച്ചൊക്കെ സംസാരിക്കാനും മറ്റുള്ളവരെയൊക്കെ അറിയിക്കാനും സാധിച്ചു. ഇപ്പം എന്താ തോന്നുന്നത്? വളരെ ഇത് എന്നെ സംബന്ധിച്ചുള്ളൊരു മഹാഭാഗ്യമായി തോന്നുന്നു. കാര്യം പഞ്ചായത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുന്നതിനും അത് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം കുറച്ച് സമയം ഉണ്ടെങ്കിൽ പോലും ഉള്ള സമയം ഇതിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്ത് 100% ഉപയോഗിക്കാൻ ഞാൻ ആത്മാർത്ഥ ശ്രമിക്കുന്നു, ഉറപ്പ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പൊ നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം അല്ലേ? കണമാഷ്. എന്റെ മാർക്ക് 15-ൽ 11. 15-ൽ 11.5. 10-ൽ 7. 10-ൽ 6. 10-ൽ 8. കരുനാഗപ്പള്ളിക്ക് 60-ൽ 43.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പദ്ധതികളെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് KNPY സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. നമ്മുടെ ഇനിയുള്ള യാത്ര പുഴാതിയിലേക്കാണ്. പക്ഷെ അതിനു മുൻപായി നമുക്കെടുക്കാം ഒരു ഷോർട്ട് ബ്രേക്ക്. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. കാക്കകൾ, മീൻകൊത്തികൾ, കൊക്കുകൾ, നീർക്കാക്കകൾ, തിത്തിരി പക്ഷികൾ, നെൽക്കോഴികൾ, കുളക്കോഴികൾ എന്നിങ്ങനെ നിരവധി പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് കൈപ്പാട് നിലങ്ങൾ.
ഈ മണ്ണിനെ ഫലഭൂഷ്ടമാക്കി വെക്കുന്നതിൽ ഈ പക്ഷികൾക്കുള്ള പങ്കും ചെറുതല്ല. നമുക്ക് സ്വാഗതം ചെയ്യാം കൈപ്പാട് നിലങ്ങളുടെ നാടായ കണ്ണൂരിൽ നിന്നെത്തിയ പുഴാതി ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. പുഴാതിയിൽ നിന്നും ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ശ്രീമതി പി ഉഷ, വൈസ് പ്രസിഡന്റ് ശ്രീ ബി അബ്ദുൽ കരീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സി രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ പി എ സലീം, മെമ്പർ ശ്രീമതി എ ഷംന എന്നിവരാണ്. പുഴാതി എന്നുള്ള പേര് കേട്ടപ്പം ഒരു പുഴയൊക്കെ ഉള്ളതുകൊണ്ട് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് ഈ പേര് വരാൻ കാര്യം? പഞ്ചായത്തിന് അടുത്തായിട്ട് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റെന്തെല്ലാം പ്രത്യേകതകളാണ് ഈ പഞ്ചായത്തിനുള്ളത്? കണ്ണൂരിന്റെ വളരെ അടുത്ത തനിമയുടെയും തറിയുടെയും കലയുടെയും അടുത്തായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ പുഴാതി പഞ്ചായത്ത്. അതിൽ മുനിസിപ്പാലിറ്റിയോടനുബന്ധിച്ച് വടക്ക് ഭാഗത്തായിട്ട് നമ്മുടെ പുഴാതി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു. കൂടാതെ അന്തർദേശീയ തലത്തിൽ നാടൻ പാട്ടിന് വളരെയധികം ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് നമ്മുടെ പുഴാതി പഞ്ചായത്തിന്. കൂടാതെ കരിമ്പ് ഗവേഷണ കേന്ദ്രം ഏഷ്യയിൽ ഒന്നാം സ്ഥാനം പുഴാതി ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. കഥാകൃത്ത് ടി പത്മനാഭൻ അവരുകളുണ്ട്. ഫുട്ബോൾ കോച്ചിങ്ങിന് ഭരതൻ മാസ്റ്റർ അവരുകളുണ്ട്. പിന്നെ ഒരു വനിതാ ഫുട്ബോൾ ഉഷ ഉണ്ട്. ഇത്തരം പല പരിപാടികളും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. പുഴാതിയുടെ മറ്റു പ്രത്യേകതകളൊക്കെ അറിയണ്ടേ? നമുക്ക് അവിടെ വരെ സഞ്ചരിക്കാം അല്ലേ? കാലത്തിന്റെ വേഗത്തിനൊപ്പം എത്താൻ കുതിക്കുന്ന കണ്ണൂരിന്റെ തിരക്കിൽ നിന്ന് അല്പം മാറി പുഴയും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം പുഴാതി. 1953 പുഴാതി പഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. അന്നുവരെ പുഴാതി, പള്ളിക്കുന്ന് എന്നീ ഗ്രാമങ്ങൾ ചേർന്നുള്ള ഒരു വലിയ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഴാതി പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയായ പുല്ലോപ്പി പുഴയുടെ തീരത്താണ്. കാട്ടാമ്പള്ളി പുഴയുടെ കൈവഴിയാണ് ഈ പുല്ലോപ്പി പുഴ. പുഴാതി പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 9.17 ചതുരശ്ര കിലോമീറ്റർ മാത്രം ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 37,000-ഓളം വരും. കാർഷിക സമൃദ്ധിയുടെ നിറമുള്ള ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ പഞ്ചായത്തിൽ നിന്നും ഒരു കാലത്ത് അന്യദേശങ്ങളിലേക്ക് വരെ കാർഷിക വിഭവങ്ങൾ കൊണ്ടുപോയിരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കരിമ്പ് ഗവേഷണ കേന്ദ്രം പുഴാതിയിൽ സ്ഥിതി ചെയ്യുന്നു. കണ്ണൂർ സ്പിന്നിംഗ് മില്ലും ധനലക്ഷ്മി വീവിംഗ് മില്ലും പുഴാതിയുടെ വ്യാവസായിക വളർച്ചയിൽ നെടുംതൂണുകളായി വർത്തിക്കുന്നു. എന്നാൽ ഇന്ന് 3 നീർത്തട പദ്ധതികളുള്ള പഞ്ചായത്ത് പഴയ കാർഷിക സമൃദ്ധിയിലേക്കുള്ള തിരിച്ചു നടത്തത്തിലാണ്. കൊയ്ത്തുപാട്ടും ആർപ്പുമെല്ലാം നിറയുന്ന ആ പഴയ കാലത്തിലേക്ക്. പുഴാതിയുടെ പ്രധാന വികസന മാതൃകകൾ എന്തൊക്കെയാ? 43 വർഷം തരിശായി കിടക്കുന്ന കൃഷി യോജ്യമാക്കിയിരിക്കുന്നു. സന്തോഷം അവിടെ ചെന്നപ്പോൾ കണ്ട ചില വികസന കാഴ്ചകളുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? കാണാം. ാണ് കാട്ടാമ്പള്ളി പദ്ധതി നിലവിൽ വരുന്നത്. പുഴാതി ഉൾപ്പെടെ 9 പഞ്ചായത്തുകളിലായാണ് പദ്ധതി പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. തെങ്ങും നെല്ലും പ്രധാന കാർഷിക വിളകളായ പഞ്ചായത്തിലേക്ക് ഉപ്പുവെള്ളം നിയന്ത്രിക്കാനായാണ് പദ്ധതിക്ക് രൂപം കൊടുത്തത്. കാട്ടാമ്പള്ളി ഡാം നിർമ്മിച്ചത് കൃഷിക്കാരെ സഹായിക്കാനാണെങ്കിലും ചില പ്രതികൂല സാഹചര്യങ്ങൾ അത് സൃഷ്ടിച്ചു. മത്സ്യകൃഷിയെയും നെൽകൃഷിയെയും ഈ പദ്ധതി പ്രതികൂലമായി ബാധിച്ചു. ഉപ്പുവെള്ളത്തിൽ വളർന്നിരുന്ന മത്സ്യങ്ങളെല്ലാം തന്നെ ഈ പ്രദേശത്തുകാർക്ക് അന്യമായി. അങ്ങനെ കൃഷിയിൽ നിന്ന് അകന്നുപോയ കൃഷിക്കാരെ കൃഷിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് ശ്രമിക്കുന്നത്. അതിൽ അവർ ഏറെ മുന്നേറി കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. കാട്ടാമ്പള്ളി പ്രോജക്ട് ഏരിയയിൽ പുഴാതി പഞ്ചായത്തിന്റെ 243 ഏക്കറോളം സ്ഥലം വരുമായിരുന്നു. കൈപ്പാട് പ്രദേശമാണ് പ്രധാനമായും ഇതിൽ വരുന്നത്. ജലലഭ്യത കുറഞ്ഞതിനാൽ ഈ പ്രദേശങ്ങൾ ഉണങ്ങി വരണ്ടുപോവുകയും 43 വർഷത്തോളം ഈ പ്രദേശത്ത് കൃഷി ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു. വലിയ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം 43 വർഷമായി അടഞ്ഞുകിടന്ന കാട്ടാമ്പള്ളി ഡാം തുറന്നപ്പോൾ പഞ്ചായത്ത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. കൃഷിഭവന്റെ സഹായത്തോടെ പുഴാതി പഞ്ചായത്ത് ഏരിയ നെൽകർഷക സമിതി രൂപീകരിക്കുകയും ആദ്യ വർഷം 50 ഏക്കറിൽ കൃഷിയിറക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് സമിതിയുടെ നേതൃത്വത്തിൽ ഒരു തൊഴിൽ സേന രൂപീകരിച്ചു. ഇതിൽ 72ഓളം പേർ രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർച്ചയായി ജോലി ചെയ്തത് 24 പേരാണ്. സമിതിയുടെയും തൊഴിൽ സേനയുടെയും നേതൃത്വത്തിൽ കാടുപിടിച്ചു കിടന്ന കൈപ്പാട് പ്രദേശത്തെ 50 ഹെക്ടറോളം വൃത്തിയാക്കി. ഈ പ്രവർത്തനത്തിന്റെ വെല്ലുവിളികളെക്കുറിച്ച് പുഴാതി പഞ്ചായത്ത് കൃഷി ഓഫീസർ 2009 വർഷത്തിൽ കൈപ്പാടിലെ